2 കൊരിന്ത്യർ 2:16 ഇവർക്ക് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസന, അവർക്കോ ജീവനിൽ നിന്ന് ജീവങ്കലേക്കുള്ള വാസന തന്നെ. മണം തിരിച്ചറിയാനുള്ള കഴിവ് ദൈവം നൽകിയ അനുഗ്രഹങ്ങളിൽ വളരെ പ്രത്യേകതകളും പ്രാധാന്യവുമുള്ളതാണ്. പനി പിടിച്ചിരിക്കുമ്പോൾ ആഹാരത്തിന് രുചിയില്ലായ്മ തോന്നുന്നതിൻ്റെ ഏറ്റവും പ്രധാന കാരണം അതിൻ്റെ ഗന്ധം തിരിച്ചറിയാനുള്ള മൂക്കിൻ്റെ കഴിവ് താൽക്കാലികമായി നഷ്ടപ്പെട്ടതിനാലാണ്. മണം പിടിക്കാനുള്ള കഴിവ് കുറ്റാന്വേഷണങ്ങളിൽ പോലും പ്രയോജനപ്പെടുത്തുന്നത് നമുക്കറിയാം. എന്നാൽ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ വ്യത്യസ്തമായ വാസനയെക്കുറിച്ചാണ് പറയുന്നത്. മരണത്തിൻ്റെയും ജീവൻ്റെയും വാസന. മരിച്ചു കഴിയുമ്പോൾ ശരീരത്തിൽ നിന്ന് ദുർഗന്ധമുണ്ടാകാൻ തുടങ്ങും. ജീവിച്ചിരിക്കുമ്പോഴും പല കാരണങ്ങൾ കൊണ്ട് ശരീരത്തിൽ നിന്ന് പല വിധത്തിലുള്ള നാറ്റം അനുഭവപ്പെടാറുണ്ട്. എന്നാൽ ഇവിടെ പറയുന്നത് ഇവയൊന്നുമല്ല. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം അംഗീകരിക്കാത്തവർക്കും അംഗീകരിക്കുന്നവർക്കും ഉണ്ടാകുന്ന ആത്മീയ അനുഭവത്തെയാണ് ഈ 2 വാസനകളോട് ഉപമിച്ചെഴുതുന്നത്. സുവിശേഷം അംഗീകരിക്കാത്തതിലുപരി അതിനെ എതിർക്കുന്നവരും ധാരാളം. എന്നാൽ അതിനാൽ അവർക്കുണ്ടാകുന്ന അനുഭവം തിരിച്ചറിയാതിരിക്കുന്നതാണ് ദുഃഖകരം. മനുഷ്യൻ പാപം നിമിത്തം മരണത്തിൻ്റെ ഗന്ധം വഹിക്കുന്നവനാണ്. അതിൻ്റെ കൂടെ സുവിശേഷം അംഗീകരിക്കാതിരിക്കുകയും അതിനെ പ്രചരിപ്പിക്കുന്നത് തടയുകയും കൂടെ ചെയ്യുമ്പോൾ ആ മരണവാസനയിൽ നിന്ന് വീണ്ടും കൂടുതൽ മരണത്തിൻ്റെ ദുർഗന്ധത്തിലേക്ക് പോകുന്നു. എന്നാൽ യേശുക്രിസ്തുവിനെ കർത്താവായി അംഗീകരിക്കുന്നവർ മരണദുർഗന്ധത്തിൽ നിന്ന് ജീവൻ്റെ സുഗന്ധത്തിലേക്ക് പ്രവേശിക്കുന്നു. ജീവൻ അവരിൽ നിറയുന്നതിനാൽ ആ വാസന അവരിൽ നിന്ന് മറ്റുള്ളവരിലേക്കും പകരുന്നു. കൂടുതൽ ജീവനിൽ നാൾതോറും വളരുന്നതിനാൽ ജീവൻ്റെ വാസനയും വർദ്ധിക്കുന്നു. മരണദുർഗന്ധം പേർന്നവരെല്ലാം ഒടുവിൽ ഒരുമിച്ച് നിത്യമരണമായ നരകത്തിൽ നിപതിക്കുമ്പോൾ വല്ലാത്ത ദുർഗന്ധമാകും അവിടെ. എന്നാൽ സ്വർഗത്തിൽ സാക്ഷാൽ ജീവനായ ദൈവവും ദൈവത്തിൽ നിന്ന് ജീവൻ പ്രാപിച്ചവരും ഒരുമിച്ച് സമ്മേളിക്കുമ്പോൾ ജീവൻ്റെ പരിമളവാസനയാൽ അവിടെ മനോഹരമായിരിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.